ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ജോത്സ്യൻ KS രാജേന്ദ്രൻ മാസ്റ്റർ. 1201 തുലാമാസം ആദ്യ പകുതിയിൽ ഇടവക്കൂറിൽ ജനിച്ചവർ അനുഭവിക്കാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ ഉൾപ്പെടുന്നത്. ആദ്യമായി ഗ്രഹസ്ഥിതി പരിശോധിക്കാം. സൂര്യനും ചൊവ്വയും ബുധനും തുലാം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു. വ്യാഴം കർക്കിടകം രാശിയിലും ശനി മീനൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ശുക്രൻ കന്നി രാശിയിലും രാഹു കുംഭൻ രാശിയിലും കേതു ചിങ്ങൻ രാശിയിലും സ്ഥിതി ചെയ്യുന്നു. ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി. തുലാമാസം 1-ാം തീയതി വ്യാഴം അതിന്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുകയാണ്. ഉച്ചക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ധാരാളം ഗുണഫലങ്ങളാണ് മിക്ക കൂറുകാർക്കും നൽകുന്നത്. പൊതുവെ ഗുണഫലങ്ങൾ ചെയ്യുന്ന വ്യാഴം അതിന്റെ ഉച്ചസ്ഥിതി മൂലം കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നു. ഇടവക്കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി വലിയ ഗുണഫലങ്ങളാണ് ഈ കൂറുകാർക്ക് നൽകുന്നത്. രോഗങ്ങൾക്കും ശത്രുക്കൾക്കും ദുഃഖത്തിനും നാശമാണ് സൂര്യന്റെ 6-ാം ഭാവസ്ഥിതി മൂലം ഇവർക്ക് ലഭിക്കുന്നത്. വളരെ കാലമായി രോഗദുരിതങ്ങൾപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് രോഗദുരിതങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടുമാറുകയും വലിയ ആരോഗ്യസ്ഥിതി കൈവരികയും ചെയ്യും. മാനസികമായി അനുഭവിച്ചിരുന്ന പ്രയാസങ്ങളൊക്കെ ഇവർക്ക് ഇല്ലാതാവും. മനസ്സന്തോഷവും ഐശ്വര്യവും ഇവർക്ക് അനുഭവപ്പെടും. ശത്രുക്കളെ കൊണ്ട് അനുഭവിച്ചിരുന്ന ദോഷ ദുരിതങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും. വളരെ കാലമായി ശത്രുദോഷം മൂലം ദുരിതം അനുഭവിച്ചവർക്ക് ഇനി ശത്രുക്കളെ ഓർത്ത് ഭയപ്പെടേണ്ടതില്ല. ശത്രുക്കളൊക്കെ ഇവരുടെ മിത്രങ്ങളായി മാറും. ഉപദ്രവം ചെയ്തുകൊണ്ടിരുന്ന ശത്രുക്കളൊക്കെ ധാരാളം സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരുടെ പിന്നാലെ വരും. അത് ജീവിതത്തിൽ വലിയ ആശ്വാസവും വിജയവും ഇവർക്ക് നേടിക്കൊടുക്കും. പല പ്രകാരത്തിൽ ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നുമെല്ലാം മോചനം ഉണ്ടാകും. ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ഇവർക്ക് അനുഭവിക്കാൻ ഇടവരും. മനപ്രയാസങ്ങൾ എല്ലാം വിട്ടുമാറി സന്തോഷവും സൗഭാഗ്യവും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരും. കുടുംബത്തിലെ ദോഷങ്ങളും ദുരിതങ്ങളും ഒക്കെ വിട്ടുമാറി വലിയ ഐശ്വര്യം കുടുംബത്തിൽ അനുഭവത്തിൽ വരും. ചൊവ്വ ഈ കൂറുകാർക്ക് 6-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 6-ാം ഭാവത്തിലെ ചൊവ്വയും ഇവർക്ക് അനുകൂലമാണ്. ചെമ്പ്, സ്വർണം ഇവ ധാരാളമായി ലഭിക്കാനുള്ള യോഗമാണ് ഇവർക്ക് കാണുന്നത്. സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കുവാൻ ഇവർക്ക് യോഗമുണ്ട്. അതുപോലെ ചെമ്പ് പാത്രങ്ങളും മറ്റും വാങ്ങിക്കുവാനും അനുഭവിക്കുവാനും ഈ അവസരത്തിൽ ഇവർക്ക് സാധിക്കും. ശത്രുക്കളൊക്കെ ഇവർക്ക് നിഷ്പ്രഭമാവും. ഇവർക്ക് ശത്രുക്കളായി പ്രവർത്തിച്ചവരൊക്കെ ഇനി ഇവരുടെ മിത്രങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സമയമാണ്. ശത്രുക്കളെ കൊണ്ട് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് തുലാമാസം ആദ്യ പകുതി അതിൽ നിന്നൊക്കെ മോചനം ഉണ്ടാവുകയും വലിയ സന്തോഷവും ഉന്മേഷവും അനുഭവപ്പെടുകയും ചെയ്യും. ശത്രുക്കളുടെ ദോഷം മൂലം അനുഭവിച്ച സാമ്പത്തിക നഷ്ടങ്ങളൊക്കെ പരിഹരിക്കുവാനും സാമ്പത്തികമായി വലിയ മെച്ചം ഉണ്ടാക്കുവാനും ഇവർക്ക് ഇടവരും. 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ബുധനും ഇവർക്ക് ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവർ ആരംഭിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണ വിജയത്തിൽ എത്തിക്കുവാൻ 6-ാം ഭാവത്തിലെ ബുധന്റെ സ്ഥിതി മൂലം ഇവർക്ക് സാധിക്കും. തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും യഥാസമയത്ത് തന്നെ പൂർത്തീകരിക്കുവാനും അതിൽ നിന്നും വലിയ ലാഭങ്ങൾ അനുഭവിക്കുവാനും ഇടവരും. എല്ലാ വിധത്തിലുമുള്ള സൗഭാഗ്യങ്ങൾ അനുഭവപ്പെടും. വളരെ കാലമായി വിവാഹ ആലോചന നടത്തിയിട്ട് ഫലപ്രാപ്തിയിൽ എത്താത്തവർക്ക് അതിന് അനുകൂലമായ ചില തീരുമാനങ്ങളൊക്കെ കൈവരും. സന്താന ദുരിതം അനുഭവിച്ചവർക്ക് അതിൽ നിന്നും മോചനമുണ്ടാവും. സന്താന പ്രാപ്തി ഇവർക്ക് പ്രതീക്ഷിക്കാം. ഈ കൂറുകാരുടെ കുടുംബത്തിൽ മംഗളകർമ്മം നടക്കുവാൻ സാധ്യതയുണ്ട്. മംഗളകർമ്മത്തിൽ പങ്കെടുക്കുവാനും അതിൻ്റെ സന്തോഷം പങ്കിടുവാനും ഇവർക്ക് അവസരമുണ്ടാകും.
മൂന്നാം ഭാവത്തിലാണ് ഈ കൂറുകാർക്ക് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. കർക്കിടകത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം ഉച്ചസ്ഥനായതുകൊണ്ട് ഇവർക്ക് കാര്യമായ ദോഷഫലങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നതല്ല. അനുകൂലമായ ഗ്രഹങ്ങളുടെ ബലസിദ്ധി ഈ വ്യാഴം തടസ്സപ്പെടുത്തുന്നതല്ല. ഉച്ചസ്ഥനായ വ്യാഴം ഈ കൂറുകാർക്കും ദോഷഫലങ്ങൾ ചെയ്യാതെ ഭാഗ്യാനുഭവങ്ങൾ ചെയ്യുന്നതാണ്. തങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു മാറ്റം അനുഭവിക്കുവാൻ ഇവർക്ക് യോഗമുണ്ട്. ശുക്രൻ ഈ കൂറുകാർക്ക് 5-ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ ഈ കൂറുകാർക്ക് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ സമ്മാനിക്കും. ധനപരമായ വലിയ നേട്ടം 5-ാം ഭാവത്തിലെ ശുക്രൻ ഇവർക്ക് നൽകും. പുതിയ പുതിയ കർമ്മരംഗം തുറക്കുവാനും അവിടെല്ലാം വിജയിച്ച് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും. നിക്ഷേപങ്ങളിലൂടെ അപ്രതീക്ഷിതമായ ലാഭം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങൾക്ക് വലിയ ഉയർച്ചയുണ്ടാകും. സന്താന പ്രാപ്തി ലഭിക്കാതിരുന്നവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളൊക്കെ ഈ കാലയളവിൽ നേടിയെടുക്കുവാൻ സാധിക്കും. സന്താന ദുഃഖം വിട്ടുമാറും. സന്താനങ്ങളെ കൊണ്ട് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ബന്ധുഗുണവും ഇവർക്ക് കൂടുതലായി അനുഭവപ്പെടും. അകന്നു നിന്ന ബന്ധുക്കളൊക്കെ അപ്രതീക്ഷിതമായി ഇവരുമായി സഹകരിക്കുവാനും സഹായിക്കുവാനും മുന്നോട്ട് വരും. ബന്ധുഗുണം മൂലം സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അടുത്ത് ഇടപഴകുവാനും അതിൽ നിന്നും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവർക്ക് സാധിക്കും. ഗുരുജനങ്ങൾക്ക് സന്തോഷം പകരുന്ന പല കാര്യങ്ങളും ചെയ്യുവാൻ ഈ കൂറുകാർക്ക് യോഗമുണ്ട്. ഗുരുജനങ്ങളുടെ സന്തോഷം മൂലം ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരും. 5-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി അപ്രതീക്ഷിതമായ ധനനേട്ടവും ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് നൽകുന്നതാണ്. 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിയും ഇവർക്ക് ധാരാളം ഗുണഫലങ്ങൾ നൽകുന്നു. ധനധാന്യ സമൃദ്ധി പ്രധാനമായും ഇവർക്ക് അനുഭവപ്പെടുന്ന ഗുണഫലങ്ങളാണ്. കർമ്മമേഖലയിൽ വലിയ വിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം. ധനധാന്യങ്ങൾ എന്നത്തേക്കാൾ ഉപരിയായി സമ്പാദിക്കുവാനും അതിൽ നിന്നും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയും. എല്ലാ രംഗത്തും വിജയിക്കാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. സമൂഹത്തിൽ വലിയ പ്രതാപത്തോടെ കഴിയുന്നതിനുള്ള ഒരു യോഗവും തുലാമാസം ആദ്യ പകുതിയിൽ ഈ കൂറുകാർക്ക് അനുഭവപ്പെടും. ധനധാന്യങ്ങളുടെ സമൃദ്ധിയും അധികാരങ്ങളുടെ ലഭ്യതയും ഇവർക്ക് കൂടുതൽ അംഗീകാരവും പ്രശസ്തിയും നേടിക്കൊടുക്കും. അന്യ സ്ത്രീ സംഗമത്തിനും ഈ കൂറിൽ ജനിച്ചവർക്ക് ഈ കാലയളവിൽ യോഗമുണ്ടാകും. സ്ത്രീകളുമായി വളരെ അടുത്ത് ഇടപഴകുവാനും അവരിൽ നിന്നും ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും ഇവർക്ക് കഴിയുന്നതാണ്. 10-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹുവും 4-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവും ഇവർക്ക് അത്ര അനുകൂലമല്ല. ധനത്തിനും വിദ്യയ്ക്കും കീർത്തിക്കുമൊക്കെ ചില കുറവുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ചില രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നു. ദുർജനങ്ങളുമായി സംസർഗം ഉണ്ടാവുകയും അതുമൂലം മാനഹാനി സംഭവിക്കാനും സാധ്യതയുള്ളതിനാൽ ദുർജനങ്ങളുമായി സംസർഗത്തിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായി ചില രോഗങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണക്രമത്തിൽ വലിയ കരുതൽ കൊടുക്കേണ്ടതാണ്. ദേഹത്ത് മുറിവോ ചതവോ ഉണ്ടാകുവാനും രക്തസ്രാവം ഉണ്ടാകാനും സാധ്യത ഉള്ളതിനാൽ ദേഹത്ത് പരിക്കുകൾ ഏൽക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദുസ്ഥാന സ്ഥിതി മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ പരിഹരിക്കുവാൻ നാഗദൈവങ്ങൾക്ക് പ്രീതികരമായ വഴിപാടുകൾ നടത്തുകയും ദുർഗാ പൂജ ചെയ്യുകയും ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഭൂരിഭാഗം ഗ്രഹങ്ങളുടെയും അനുഗ്രഹം ഈ കൂറുകാർക്ക് തുലാമാസം ആദ്യ പകുതിയിൽ അനുഭവപ്പെടുന്നതാണ്. തികഞ്ഞ ഈശ്വര ചിന്തയും ഭക്തിയും
കർമ്മരംഗത്ത് ആത്മാർത്ഥതയും വെച്ചു പുലർത്തുന്ന ഈ കൂറുകാർക്ക് എല്ലാവിധ ജീവിത വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓൺലൈൻ കൺസൾട്ടേഷനായി എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക.